ഒരു അതിജീവന കഥ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറി. ജീവനും ജീവിതവും കാർന്നു തിന്നുന്ന അർബുദം, അതിനെ ആത്മധൈര്യം കൊണ്ട് അതിജീവിച്ച ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി റിജീഷ്. ഉള്ളിൽ നിറയെ വേദനയുണ്ടെങ്കിലും അതിനെല്ലാം കടിച്ചമർത്തി റിജീഷ് മരത്തിൽ തീർക്കുന്ന മനോഹര ശില്പത്തിന് പത്തരമാറ്റിൻ്റെ തിളക്കമാണ്. ഒപ്പം അതിജീവനത്തിൻ്റെ നല്ലൊരു പാഠവും. മനസ്സിൽ നിറം ചാർത്തി വെച്ച മനോഹര ചിത്രങ്ങൾ കരവിരുതിൽ അത് ജീവൻ തുടിക്കുന്ന അഴകുള്ള ശില്പങ്ങളാകുന്നു. ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ കഴിവെന്ന് നിസ്സംശയം പറയാം. ഈ കലാകാരൻ്റെ കലാനൈപുണ്യത്തെ പാഴ്ത്തടികളിൽ അല്ലാതെ എങ്ങനെ ഈ വിസ്മയം ജനിക്കും? അവർക്ക് പണിയെടുത്ത വേസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ തന്നെ പോയി കൊണ്ടുവരും. നടന്നൊക്കെ ഒരുപാട് ദൂരം നടന്നു പോയിട്ടൊക്കെ കൊണ്ടുവന്നത്. അല്ലാണ്ട് പുതിയ ഭക്ഷണം വാങ്ങാൻ കഴിയില്ല. ആരെങ്കിലും എവിടെയും പണിയെടുത്ത് പണി കഴിഞ്ഞ് ഒഴിവാക്കി പോകുമല്ലോ, അപ്പോൾ അതൊക്കെ ഇത് കൊണ്ടുവരും. ഏത് മരമായാലും കൊണ്ടുവരും. ഒരു ടൂൾസ് പോലും ഇല്ല. ഒരു ടൂൾസും ഈ കൊത്തുപണി ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതിനെ കൊണ്ടേക്കും. ഇതൊന്നും ഇതിൻ്റെ ടൂൾസല്ല. ഇതൊക്കെ ഞാൻ സെൻട്രൽ മെഷീനിൽ പിടിച്ചിട്ടു കല്ലിൽ വരുതിയിട്ടൊക്കെ ഉണ്ടാക്കിയ ടൂൾസുകളാണ്. അല്ല, ഇതൊന്നും ഇതിൻ്റെ അല്ല. അതറിഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ച സ്നേഹിതന്മാരുണ്ട്, കൂടെ പഠിച്ച സ്കൂൾ ഗ്രൂപ്പ്, ഓലിപ്പോൾ ടൂൾസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ്. പ്രാണൻ പോകുന്ന വേദനയാണ് ഉള്ളിൽ. അർബുദം ജീവനും ജീവിതവും കവർന്നെടുക്കുന്നു. മുന്നിൽ അതിജീവനമല്ലാതെ മറ്റൊരു വഴിയുമില്ല. പിന്നെ വേദനയെ മനഃപൂർവ്വം മറന്ന മരങ്ങളിൽ മനോഹര ശില്പം കൊത്തിയെടുക്കുന്നു. തനിക്ക് മാത്രമല്ല, ഭാര്യയും മോനുമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാകാൻ, തണലൊരുക്കാൻ, കരുത്തു പകരാൻ. ഒരുപാട് കഷ്ടപ്പാടാണ്. കുറഞ്ഞ നേരം ചെയ്യുള്ളൂ. ഞാൻ വിചാരിച്ചതാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കണം. ഒന്നാമത് കയ്യേറ്റ് വയ്യ, ഈ ഒരു മനസ്സേ ഉള്ളൂ. അതിനെക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കയ്യിനെ കൊണ്ടും കഴുത്തുകൊണ്ടൊന്നും വയ്യ. നീര് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ തന്നെ വിഷമാവും. എന്നാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഇതിൽ ചെയ്യാണ്. കയ്യിൽ നിന്ന് അനക്കാൻ വയ്യ, സംസാരിക്കാൻ തന്നെ വയ്യ. സംസാരിക്കാൻ തന്നെ കൊഞ്ഞായി അങ്ങനെ എന്തെങ്കിലും സംസാരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേദനയോടെ എന്നാലും ഇരുന്ന് ചെയ്യും. കുറച്ച് കിടന്നാലായിട്ട് മാറില്ലോ എന്ന് വിചാരിച്ച് പിന്നെ എടുത്ത് വെക്കും. ചെയ്യാണെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. വരുമാനം വെച്ചാൽ അത്രയും പ്രായമുള്ളൊരു അച്ഛനാണ് നോക്കണത്. ഞങ്ങളെല്ലാവരും നോക്കാൻ മുപ്പരാണ്. 60 കഴിഞ്ഞ ആളാണ്. ഇപ്പോഴും പണിക്ക് പോവുക. നല്ല ബുദ്ധിമുട്ടാണ്. ഞാനും ഭാര്യയും മോനും ഉണ്ട്. അങ്ങനെ 3 ആളെ കാര്യം നോക്കണം. എനിക്കിതൊന്നും കിട്ടണ ഒന്നും ആവില്ല. എന്നാലും ഇവിടെ ഒരു മനസ്സിന് എന്തെങ്കിലും സഹായിക്കാനെന്നുള്ളതിൽ ചെയ്യാം. ഈ പണിയെടുക്കണത് മാത്രമല്ല, എഴുതാനും വരയ്ക്കാനും വരെ കഴിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഇത് പോയി ചെയ്തിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഈ കയ്യിനെ കൂടെ താങ്ങിയിട്ട് വേണം ക്ലാസ് എടുക്കാനോ ഭക്ഷണം കഴിക്കണമെങ്കിൽ. കുറേ നേരം കിടന്നു കഴിഞ്ഞാൽ റെഡിയാവും.
പക്ഷേ ഉച്ചവരെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക അമ്മ. പിന്നെ ഇങ്ങനെ പിടിച്ച ക്ലാസ്സൊക്കെ ഒരു കൈയോട് താങ്ങണം, അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടായാലും വേണ്ട ഇത് ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഒരു മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ ഇരുന്ന് ശില്പം നിർമ്മിക്കാനാകില്ല. കീമോ ചെയ്യുന്നതിനാൽ ഭാരജോലികൾ ചെയ്യുക അസാധ്യം. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആത്മധൈര്യം വീണ്ടെടുത്തൊരു പോരാട്ടം. കുടുംബവും സുഹൃത്തുക്കളും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ കരുതലായി ഒപ്പമുണ്ട്. അതാണ് എൻ്റെ സ്നേഹിതന്മാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു മനസ്സ് ഏൽപ്പിക്കാനുള്ള ഒരു ഇത് അതുണ്ടാക്കിയില്ല. ഇത്രയും ഈ 3 കൊല്ലമായിട്ട് ഓലെന്നെ നോക്കണേ. ഇനിയെങ്കിലും ഓലയൊന്ന് ഫ്രീ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എന്തെങ്കിലും ഒരു വീടൊക്കെ തകർന്ന് കിടക്കുകയാണ്, ഒക്കെ പൊളിഞ്ഞ് കിടക്കുക. ഇനി അതൊന്ന് നന്നാക്കണം. കോഴിക്കോട് ഒളവണ്ണയാണ് രജീഷിൻ്റെ സ്വദേശം. ചികിത്സാ സമയത്ത് യാത്രാ ബുദ്ധിമുട്ടായതിനാൽ വളയനാടാണ് ഇപ്പോൾ താമസം. ഇവിടെ ഇരുന്ന പ്രജീഷ് ഒരു സ്വപ്നം കൂടി കാണുന്നു. വെല്ലുവിളികളെ അതിജീവിച്ച് താനുണ്ടാക്കിയ ഈ ശില്പങ്ങൾ കോർത്തിണക്കി ഒരു പ്രദർശനം നടത്തുക. ഒപ്പം മനസ്സിൽ ആരാധനയോടെ കാത്തുസൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തൻ്റെ ശില്പങ്ങൾ സമ്മാനിക്കുക. എനിക്ക് സുരേഷ് കവിതാരെന്ന് കാണണം. എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയത് കൊടുക്കണമെന്നുണ്ട്. അതൊക്കെ ആദ്യമുള്ളൊരാഗ്രഹമാണ്. വിധിക്ക് തളർത്താൻ കഴിഞ്ഞില്ല, വേദനയ്ക്ക് തോൽപ്പിക്കാനും. മനസ്സുണ്ടെങ്കിൽ ഏതു സാഹചര്യത്തെയും, മുന്നിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയും നമുക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന വലിയ സന്ദേശമാണ് രജീഷിൻ്റെ ജീവിതം പകർന്നു നൽകുന്നത്. ഇതൊരു നല്ല പാഠമാണ്. വിധിയെ പേടിച്ച് വെല്ലുവിളികൾക്ക് മുന്നിൽ തോൽക്കുന്നവർക്ക്. രജീഷിയുടെ സ്വപ്നങ്ങൾ എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ. മനസ്സിൽ കനിവുള്ളവർ കാണാതിരിക്കില്ല അതിജീവനത്തിൻ്റെ ഈ നല്ല പാഠം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.